അമേരിക്ക എല്ലായ്പ്പോഴും വളർത്തിക്കൊണ്ടുവന്ന ഒരു രാജ്യമെന്ന് വേണമെങ്കിൽ ചൈനയെ വിശേഷിപ്പിക്കാം. അങ്ങനെ ചൈന സാമ്പത്തികപരമായിട്ട് സാങ്കേതിക മേഖലയിലൊക്കെ വലിയ വളർച്ച നേടി. അതിനുശേഷം സൈനികപരമായിട്ടുള്ള ഒരു വെല്ലുവിളി പോലും ചൈന ഉയർത്തുന്നു. ഇപ്പോൾ അമേരിക്ക വീണ്ടും ചൈനയ്ക്കെതിരെ തിരിയുന്നു. അതായത് നാസയുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രവർത്തനങ്ങളിൽ നിന്നും ചൈനീസ് പൗരന്മാരെ വിലക്കിയിരിക്കുന്നു. ഒരു കാരണവശാലും നാസയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ചൈനയിലെ പൗരന്മാരെ ഉൾപ്പെടുത്താൻ പാടില്ല. അവിടുത്തെ കമ്പ്യൂട്ടർ സംവിധാനം, അതുപോലെ തന്നെ അവിടുത്തെ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, ഇതിലൊന്നും തന്നെ ഇനി ചൈനയിലെ പൗരന്മാരെ ഉൾപ്പെടുത്തരുതെന്നാണ് പറയുന്നത്. കാരണം അമേരിക്കയ്ക്ക് ചൈന ഈ ബഹിരാകാശ ഗവേഷണ രംഗത്തും വലിയ ഭീഷണിയൊക്കെ ഉയർത്തുന്നു. അപ്പം ചൈനയ്ക്ക് മാത്രമാണോ ഈ നീക്കം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇന്ത്യക്കെതിരെയും ഡൊണാൾഡ് ട്രംപ് അടുത്ത പണിയുമായിട്ട് വന്നു. അതായത് നിലവിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രംപിൻ്റെ വലിയ സുഹൃത്താണ്. എനിക്ക് എപ്പോൾ വേണമെങ്കിലും മോദിയുടെ അടുത്ത് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ട്രംപ് നിലപാട് മാറ്റി മാറ്റി വരുന്നു. അതായത് ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര കരാറിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്യുമെന്നും താരിഫ് വർദ്ധിപ്പിച്ചത് പിൻവലിക്കുമെന്നുമൊക്കെയാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. പക്ഷേ G7 ഉച്ചകോടി നടക്കാൻ പോകുന്നു. US-ഉം കാനഡയും ജർമ്മനിയും ഇറ്റലിയും ഫ്രാൻസും ഒക്കെ പങ്കെടുക്കുന്ന ഈ G7 ഉച്ചകോടിയിൽ ആ രാജ്യങ്ങളിൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് ഇന്ത്യക്ക് മേലെ തീരുവ കൂട്ടാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ പറയുന്നത് ഇന്ത്യയും യൂറോപ്പിൽ ചില രാജ്യങ്ങളും തമ്മിൽ നല്ല വ്യാപാര ബന്ധം ഉണ്ടാക്കിക്കൊണ്ടുവരികയാണ്. പുതിയ കരാറുകളൊക്കെ ഉണ്ടാക്കുന്നു. അതേതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ട്രംപ് നേരിട്ട് പറയുന്നു, ഇനി യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ 100% തീരുവ വർദ്ധിപ്പിക്കണം. അതായത് അമേരിക്ക ആ ഉൽപ്പന്നങ്ങൾക്കെല്ലാം 100% ടാക്സ് ഏർപ്പെടുത്തുകയാണ്. ഈ രാജ്യങ്ങൾ ഏർപ്പെടുത്തണം. അപ്പോൾ G7 രാജ്യങ്ങൾ അങ്ങനെ അമേരിക്ക പറയുന്നത് പോലെ കേൾക്കുമോ? നമുക്ക് ഫ്രാൻസിൻ്റെയും ജപ്പാൻ്റെയും ഒക്കെ നിലപാട് കൃത്യമായിട്ട് അറിയാം. UK-യും കാനഡയും ഒക്കെ അമേരിക്ക പറയുന്നത് ഇപ്പോൾ അതുപോലെ കേൾക്കുന്നുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു വശത്ത് വന്ന് ഇന്ത്യക്ക് അനുകൂലമായിട്ട്, മറുവശത്ത് വന്ന് ഇന്ത്യക്ക് എതിരായിട്ട് ചില നിലപാട് സ്വീകരിക്കുന്നു. അതായത് ഈ നാസയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൊന്നും തന്നെ ചൈനീസ് പൗരന്മാരെ പങ്കെടുപ്പിക്കരുത് എന്ന് ട്രംപ് പറയുന്നതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം ചന്ദ്രനിലേക്ക് വീണ്ടും മനുഷ്യനെ വിടാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് അമേരിക്ക കടന്നു കഴിഞ്ഞു. പക്ഷേ ഈ ചൈനയ്ക്ക് ബഹിരാകാശത്ത് ഒരു സ്പേസ് സ്റ്റേഷനുണ്ട്. അതുകൊണ്ട് ചൈനയും മനുഷ്യനെ ചന്ദ്രനിലേക്ക് വിടാനുള്ള പ്രവർത്തനം ആരംഭിക്കുന്നു. ഇന്ത്യയും ചൈനയുമുള്ള ബന്ധത്തിൽ വലിയ കൂട്ടായ്മ ഇപ്പോൾ ഉണ്ടാകുന്നു, അല്ലെ സൗഹൃദം മെച്ചപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യക്ക് വലിയ കുതിച്ചുചാട്ടം ഉണ്ടായതുകൊണ്ട് ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ ചൈനയെ സഹായിക്കുമോ എന്നും അമേരിക്ക ഭയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വ്യാപാര രംഗത്ത് മാത്രമല്ല, ബഹിരാകാശ ഗവേഷണ മേഖലയിൽ ഉൾപ്പെടെ ചൈനയ്ക്ക് പണി കൊടുക്കാം എന്ന് പറയുന്നു. അപ്പോൾ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങളുടെ തലവന്മാർ വരുമ്പോൾ അമേരിക്ക മുന്നോട്ട് വെച്ച ഈ നയം പോലും ചർച്ച ചെയ്യപ്പെടുന്നു. ആ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇന്ത്യക്കും ചൈനയ്ക്കും 100% നികുതി ഏർപ്പെടുത്തുന്നതിൻ്റെ കാരണം റഷ്യയ്ക്ക് ഇന്ത്യ എല്ലാവിധ പിന്തുണയും നൽകുന്നു. അതായത് ഉക്രൈനെ ആക്രമിക്കാൻ വേണ്ടുന്ന ബ്ലഡ് മണി പോലും നൽകുന്നത് ഇന്ത്യയാണ്. അപ്പോൾ ചൈനയും ഇന്ത്യയും കുറഞ്ഞ വിലയ്ക്ക് അവിടെ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങി അത് ശുദ്ധീകരിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തന്നെ നൽകുകയാണ്. എന്തിന്? ഈ റഷ്യയുമായിട്ട് യുദ്ധം ചെയ്യുന്ന ഉക്രൈന് പോലും എണ്ണ കൊടുക്കുന്നത് ഇന്ത്യയാണ്. അപ്പോൾ അമേരിക്ക ഇവിടെ പറയുന്നതിനകത്ത് ചില പൊള്ളത്തരങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല അമേരിക്കയ്ക്ക് വെനസ്വേലയെ ആക്രമിക്കണം. ലോകത്ത് ഏറ്റവും അധികം എണ്ണ നിക്ഷേപമുള്ള രാജ്യമെന്നാണ് വെനസ്വേല അറിയപ്പെടുന്നത്. ഈ വെനസ്വേലയ്ക്കെതിരെ ഒരു ആക്രമണം നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും അമേരിക്ക നടത്തുന്നുണ്ട്. മാത്രവുമല്ല ജപ്പാന് മേൽ മറ്റ് ചില സമ്മർദ്ദങ്ങൾ വെച്ചപ്പോൾ ജപ്പാൻ അതിൽ നിന്ന് വഴുതി മാറുന്നു. അങ്ങനെ രാജ്യങ്ങൾ ഒന്നൊന്നായി കയ്യിൽ നിന്ന് വഴുതി മാറുമ്പോഴാണ് ഇന്ത്യയുടെ കൂടെ എൻ്റെ പഴയ ഫ്രണ്ടാണ് മോദി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുന്നു. എന്നിട്ട് യൂറോപ്യൻ യൂണിയനുമായിട്ട് കരാർ ഏർപ്പെടാനായിട്ട് പോകുമ്പോൾ ആ കരാർ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് അവരെ സമ്മർദ്ദത്തിലാക്കുന്നു. എന്നിട്ട് പറയുന്നു 100% താരിഫ് ഏർപ്പെടുത്തണമെന്ന്. ഇനി G7 ഉച്ചകോടി നടക്കുമ്പോൾ അവിടെ മറ്റെല്ലാ പദ്ധതികളും മാറ്റിവെച്ചിട്ട് റഷ്യ ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അമേരിക്ക എടുത്തിടും. എന്നിട്ട് അവർക്ക് ഇന്ധനം നൽകുന്ന, അല്ലെ അവർക്ക് പണം നൽകുന്ന ചൈനയെയും ഇന്ത്യയെയും ഒഴിപ്പിച്ച് നിർത്തണം, അല്ലെ മാറ്റി നിർത്തണം എന്ന് പറയുന്നു. അത് ഞങ്ങൾ കണ്ടോ, ഇപ്പോൾ നാസയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് ചൈനയെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നു. ഒരു കാരണവശാലും അമേരിക്കയുടെ പ്രവർത്തനങ്ങളിൽ, അമേരിക്കയുടെ കമ്പ്യൂട്ടർ ശൃംഖലയിൽ, ഗവേഷണ പ്രവർത്തനങ്ങളിലൊന്നും തന്നെ ചൈനീസ് പൗരന്മാരുടെ സാന്നിധ്യം വേണ്ട.
അപ്പോൾ കാലാകാലങ്ങളായിട്ട് ഗവേഷണ പ്രവർത്തനങ്ങളിൽ അതുപോലെ തന്നെ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിനൊക്കെ ചൈനീസ് പൗരന്മാർ അവിടെയുണ്ട്. അവരെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് ചൈനയുടെ ബഹിരാകാശ രംഗത്തേക്കുള്ള ഒരു കുതിപ്പിന് തടയിടുക എന്ന ലക്ഷ്യം വെച്ചിട്ടാണ്. ഇപ്പുറത്ത് ഇന്ത്യയുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് G7 രാജ്യങ്ങളിലും യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെട്ട ചില രാജ്യങ്ങളിലുമൊക്കെ സമ്മർദ്ദം ചെലുത്തിയിട്ട് അവർക്ക് മേൽ 100% താരിഫ് ഏർപ്പെടുത്തണമെന്ന് പറയുന്നു. അപ്പോൾ ഒരേ സമയം സുഹൃത്തിൻ്റെ റോളിൽ അഭിനയിച്ച് ഇന്ത്യയോട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, മറുവശത്തേക്ക് മാറിയിട്ട് ഇന്ത്യക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു. ഇവിടെ ഡൊണാൾഡ് ട്രംപിൻ്റെ പല നിലപാടുകളും തെറ്റിപ്പോയി എന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ തന്നെ വിമർശിക്കുന്നുണ്ട്. ഇപ്പോൾ ഡീപ് സ്റ്റേറ്റിൻ്റെ ചില ഇടപെടലുകൾ വന്നിട്ട് പറയുകയാണ്, നമ്മൾ ഒന്നിലധികം മേഖലയിൽ ഒരേ സമയം കോൺസെൻട്രേറ്റ് ചെയ്ത് പോയില്ലെങ്കിൽ പല രാജ്യങ്ങളും നമ്മളുടെ പിടിയിൽ നിന്നല്ലേ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് അകന്നു പോകും. ഇപ്പോൾ നമുക്കറിയാം ബംഗ്ലാദേശിൽ കലാപം ഉണ്ടായതിന് പിന്നാലെ നേപ്പാളിലും കലാപം ഉണ്ടായി. അതിന് പിന്നിലും ഡീപ് സ്റ്റേറ്റിൻ്റെ ചില ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ ഡീപ് സ്റ്റേറ്റ് വിചാരിക്കുന്ന ഒരാളെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തി നേപ്പാളിനെ സ്വന്തം നിലയ്ക്ക് നിർത്തണം, ബംഗ്ലാദേശിനെ ഓൾറെഡി നിലനിർത്തിയിട്ടുണ്ട്, ശ്രീലങ്കയിലും ഇത്തരത്തിലുള്ള അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഇന്ത്യക്ക് മേലുള്ള ഒരു പ്രഷറാണെന്ന് വേണമെങ്കിൽ കരുതാം. ഇവിടെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിലൂടെ അമേരിക്കയ്ക്കെതിരായിട്ട് ചൈന ഒരു പരസ്യമായ യുദ്ധപ്രഖ്യാപനം നടത്തുന്നു. വ്ളാഡിമിർ പുടിൻ എന്ന് പറയുന്ന റഷ്യൻ പ്രസിഡന്റിനെയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഒരുമിച്ച് ഒരേ വേദിയിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് ഷീ ജിൻപിങ്ങുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. ഇനി 2 ദിവസം കഴിഞ്ഞ് ജപ്പാനുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ 80ാം വിജയത്തിൻ്റെ 80ാം വാർഷികത്തോടനുബന്ധിച്ച് സൈനിക പരേഡ് നടത്തുന്നു. അവിടേക്ക് കൊണ്ടുവരുന്നത് അമേരിക്കയുടെ പ്രഖ്യാപിത ശത്രു എന്നറിയപ്പെടുന്ന കിം ജോങ് ഉന്നിനെയാണ്. അപ്പോൾ ചൈന അമേരിക്കയ്ക്കെതിരെ ഒരു യുദ്ധമുഖം തന്നെ തുറന്നു വെക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ആക്രമിക്കാനോ നിങ്ങൾ ഞങ്ങൾക്കെതിരെ ഉപരോധം നടത്താനോ ശ്രമിച്ചാൽ ഞങ്ങളുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. ഇവിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു, ബ്രിക്സ് എന്ന് പറയുന്ന കൂട്ടായ്മ എല്ലാ രാജ്യങ്ങൾക്കും ഈക്വലായിട്ടുള്ള വളർച്ച ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. അതായത് സാമ്പത്തിക കാര്യങ്ങളിൽ, സൈനിക കാര്യങ്ങളിൽ, കച്ചവട തന്ത്രങ്ങളിലെല്ലാം. ഇവിടെ അമേരിക്കയ്ക്ക് ഏകാധിപത്യം സ്ഥാപിക്കാനായിട്ട് അല്ലെങ്കിൽ തങ്ങൾക്കാണ് മുൻഗണന എന്ന് വരുത്തി തീർക്കാനായിട്ട് ചില ശ്രമങ്ങൾ നടത്തിയാൽ അതിനെ ഞങ്ങൾ അംഗീകരിക്കില്ല, ശക്തമായ തിരിച്ചടി ഉണ്ടാകും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറയുകയാണ്. കിം ജോങ് ഉൻ പറഞ്ഞു, വേണമെങ്കിൽ ഉക്രൈനെ ആക്രമിക്കാൻ കൂടുതൽ ആയുധങ്ങൾ ഞങ്ങൾ നൽകാം, അമേരിക്കയെ ആക്രമിക്കാനായിട്ട് വേണമെങ്കിൽ ചൈനീസ് അതിർത്തിയിൽ ആയുധങ്ങളൊക്കെ തന്നെ ഞങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നൊരു മുന്നറിയിപ്പ് നൽകുന്നു. ചുരുക്കം പറഞ്ഞാൽ എല്ലാ ഭാഗത്തു നിന്നും അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് ചൈനയെ ചൈനീസ് പൗരന്മാരെ നാസിയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കി നിർത്തണം. G7 ഉച്ചകോടിയിലും യൂറോപ്യൻ യൂണിയനിലും സമ്മർദ്ദം ചെലുത്തി ഇന്ത്യക്കെതിരായിട്ട് 100% താരിഫ് വർദ്ധിപ്പിക്കണം. ഇന്ത്യയും ചൈനയും ഈ പറയുന്ന വ്യാപാര ബന്ധങ്ങളിൽ നിന്ന് അകറ്റി നിർത്തണം. അപ്പം ഒരേ സമയം സുഹൃത്തിൻ്റെ റോളിലും ശത്രുവിൻ്റെ റോളിലും കളിക്കാനുള്ള ട്രംപിൻ്റെ ഈ നീക്കത്തെ എങ്ങനെയായിരിക്കും ഏഷ്യൻ രാജ്യങ്ങളും ബ്രിക്സ് കൂട്ടായ്മയുമൊക്കെ നോക്കിക്കാണുന്നത് വരും ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.